വിശുദ്ധ റമളാനിനെ മുൻനിർത്തി മലക്കുകളുടെ ആശീർവാദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. യാ ബാഗി അൽ ഖൈർ അഖ്ബിൽ, നന്മ കാംക്ഷിക്കുന്നവരെ മുന്നേറൂ എന്നതാണ് ആ കൽപ്പന. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മത്സരിക്കാൻ വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അവൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിയിൽ പോകുവീൻ എന്ന് ഖുർആൻ ആജ്ഞാപിക്കുന്നു. വ സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അതുപോലെ തന്നെ മത്സരിച്ച് മുന്നേറാൻ, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് മത്സരിച്ച് മുന്നേറാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിൽ നിങ്ങൾ മത്സരിക്കൂ എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം മത്സര സ്വഭാവത്തോടു കൂടി നന്മയിൽ മുന്നേറുന്നതിനെ ഖുർആൻ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം മത്സരങ്ങളിൽ ഏർപ്പെടുന്ന മത്സരാർത്ഥികളെ 3 വിഭാഗമായി ഖുർആൻ വേർതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ലാലിമുൻ ലി നഫ്സി, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവരാണ്. അവർ അവരുടെ അവസരങ്ങളെ അശ്രദ്ധയോടുകൂടി എടുക്കുന്ന ആളുകളാണ്. അവർ സ്വയം തോൽക്കാൻ തീരുമാനിച്ചവരാണ്, അല്ലെങ്കിൽ അവർ അവരുടെ ടീമിനെ തന്നെ തോൽപ്പിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ വമിൻഹും മുഖ്തസിദ്, ഒരു ആവറേജ് കളിക്കാരാണ്, തട്ടിമുട്ടി പോകും എന്നുള്ള നിലപാടുള്ള ആളുകളാണ്. എല്ലാവരും നമസ്കരിക്കുന്നു, കൂടെ ഞാനും നമസ്കരിക്കുന്നു, എല്ലാവരും നോമ്പെടുക്കുന്നു, ആ നോമ്പിനോടൊപ്പം ഞാനും ചേരുന്നു എന്നുള്ള കൂടക്കൂടികളായി മാറിയ ആളുകളാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളാണ് ഖുർആൻ പറഞ്ഞ സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്ന ആളുകൾ. അവർ എല്ലാ നന്മകളിലും മുന്നിട്ട് നിൽക്കും. അവരാണ് വസ്സാബിഖൂന സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ, അവരാണ് പടച്ചവന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, അവരാണ് പടച്ചവൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾ എന്ന് ഖുർആൻ അവരെക്കുറിച്ചാണ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നാം ഈ വിശുദ്ധ റമളാനിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ടത്, നാം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? സ്വയം തോൽക്കാൻ തീരുമാനിച്ച ആളുകളാണോ, അതല്ല ഒരു തട്ടിമുട്ടിപ്പോകുന്ന ഒരു ആവറേജ് മത്സരാർത്ഥിയായിട്ടാണോ നാം പോകേണ്ടത്? മത്സരങ്ങളിൽ മുന്നിട്ട് മത്സരിച്ച് വിജയിക്കുന്ന ആളുകളിലാണോ നാം ഉൾപ്പെടേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ ഉൾപ്പെടുത്തി നമ്മെ സ്വീകരിക്കുമാറാവട്ടെ.